ഇഖ്ലാസാണ് 5-ാം നമ്പർ. അതായത് തരീഖത്തിൻ്റെ ഉസൂലുകളെ എണ്ണുന്നു. വെറും ചൊല്ലിക്കോ പാടിക്കോ കൈനിട്ട് തന്ന് വാങ്ങി നീ സ്വർഗത്തിലെത്തി, ഇനി പേടിയുണ്ടാ? എന്നെ പിടിച്ചോ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിയുണ്ടാ? പിടിച്ചില്ലേ? മുഖദ്ദിമത്ത് അൽഹംദുലില്ലാഹി ദിൽ കറമി വൽ ജൂദി വൽ ഇഫ്ളാൽ وأسأله سبحانه وتعالى التوفيق والإخلاص في سائر الأعمال وأشهد أن لا إله إلا الله الذي جعل الإخلاص في جميع الأحوال سببا للوصول إلى مراتب أهل الكمال. അള്ളാഹ്ക്ക് സഹായത്ത് പറഞ്ഞപ്പോൾ എന്താണ്? ഇഖ്ലാസിനെയാക്കി ഏതൊരവസരത്തിലും സബബാക്കി. എന്തിന്റെ സബബ്? ഉന്നതമായ കമാലിന്റെ മറാത്തിബിലേക്ക് ഉയരാൻ ചേരാനും സബബാക്കി. അപ്പൊ ജലാല് 2-ാം മഫ്ഊലാണ്. وأشهد أن سيدنا محمدا عبده ورسوله الهادي إلى الرشاد والمنكر من الضلال صلوات الله وسلامه عليه وعلى آله وصحبه وتابعيهم السالكين في طريقه إلى أحسن المنوال. يعني قال سيدنا الإمام عيدروس بن عمر الحبشي رضي الله عنه. അതാണ് ആകെ തുടങ്ങിയത്. തരീഖത്തിന് കുറെ ഉസൂലുണ്ടെന്ന് എണ്ണിയല്ലേ. അപ്പൊ ഇൽമെണ്ണി, അമലെണ്ണി, തഖ്വ എണ്ണി, അങ്ങനെ പലതും എണ്ണിട്ട് 5-ാം അൽ ഹാലത്തുൽ ഖാമിസത്തു അൽ ഇഖ്ലാസ്. ഇത് ബാലവി എന്ന് വെച്ചാൽ ബാലവി ഇമാമിയോ അവർ പറഞ്ഞതല്ലാണ്. എല്ലാ തരീഖത്തിന്റെ ഉസൂലും ഒന്ന് തന്നെ. അപ്പൊ കുറെ എണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അത് ആരോണം നടത്തിക്കൊണ്ടുവരുന്ന അതിന്റെ നേതാവിന്റെ പേരെന്നല്ലാണ്ട് ഒറ്റ ഉസൂലെല്ലാം ഒന്ന് തന്നെയാണ്. ആര് പറഞ്ഞാലല്ല. പിന്നെ കാലോചിതമായി എന്തിനോ ഒരു മുൻതൂക്കം കൊടുക്കും. ചില കാലത്ത് എന്താകും, മുതലിനോടുള്ള വെറിയടിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഊന്നൽ നൽകിയിട്ടേക്കും പറയാം. വേറൊരു കാലത്ത് മറ്റൊന്നാണെങ്കിൽ അതിനെപ്പറ്റി തോന്നിയിട്ട് പറയും. ഉസൂലെല്ലാം ഒന്നാണ്. ഹുസൈൻ ഇമാമിന്റെ കാലത്ത് ഇൽമിനെ പറ്റിയേക്കും വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഇക്കാലത്ത് എന്താ പറയണ്ടേ? ഇപ്പൊ ഇൽമ ചെറിയ കാലമല്ല. ഇപ്പൊ ഈശയിലും നടക്കുന്നെങ്കിൽ വരെ ഇൽമെല്ലാം ഒക്കെ നടക്കുന്നു. ഒരാളെ പറഞ്ഞല്ല 5000 കിതാബ് അടങ്ങിയ ഒരു കുത്തുബ് ഖാനത്തിന് എൻ്റെ കീശയിലുണ്ട്. സ്ഥലത്ത് നിങ്ങളെ ക്ലാസ്സിലുണ്ട്. എന്നപ്പോ 5000 കിതാബിനെത്തുണ്ടാവും. എൻ്റെ ചിന്താ കാര്യം നമ്മൾ നിങ്ങൾക്ക് വെച്ചൊരു ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ ഖുർആനിൽ. യഹ്മിലു കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ. പറ്റിയ ഉദാഹരണമാണ്. ലോകത്ത് കുറെ എന്താന്ന് ഒരു ലോഡ് നിറച്ചും കിതാബും കിട്ടിയിട്ട് പോയി യാത്ര ചെയ്താൽ തിരിച്ചിരുന്ന കാലിമകല. കാളവണ്ടി കിട്ടിയാലും കാള കാലിമാണ്. ഇപ്പൊ കൊടുക്കലും വാങ്ങലും മൊബൈലിലാണ്. എടുക്കുന്ന ക്ലാസ് ദേശം മൊബൈലുണ്ടാവും, പഠിക്കേണ്ട കിതാബ് ദേശം മൊബൈലുണ്ടാവും. അപ്പൊ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒന്നല്ലേ. ഇന്ന ശ്രദ്ധിച്ചാലാക്കിയപ്പോ അവിടെ എന്താ ഉസ്താദ് അർത്ഥം വെച്ചിരുന്ന് ചോദിച്ചു. ആണ് ഒന്നും അമ്മ അറിയൂല. എന്താന്ന് ഞമ്മക്ക് അസ്ഥലായിട്ട് ഉറങ്ങാനുള്ള ടൈം സതുക്കിടക്കുമ്പോ അതൊക്കെ മൊബൈലിൽ ഏൽപ്പിച്ചിട്ട് നമ്മ എന്താക്കും, സുഖമായിട്ട് ഉറങ്ങും. നമ്മ കണ്ടല്ലേ വായത്തോട്ടം പോലെ കണ്ടേ. الحالة الخامسة الإخلاص. എന്താ ഇഖ്ലാസ്? وهو تصفية كل عمل قلبي من كل شوب. കൽബിയായ എല്ലാ അമലും. അതുകൊണ്ട് കൽബി എന്ന് പറയുമ്പോൾ ശാരീരികമായ അമലിനെ വേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ കൽബുമായിട്ടാണ് നമ്മൾ ഇഖ്ലാസ്. അവിടെ അതിന്റെ കേന്ദ്രം ഉള്ളത്. ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത് അത്ര വ്യക്തമായില്ല. ആരെല്ലാം പറഞ്ഞു. وقال الإمام الغزالي رحمه الله في الأربعين الأصل يعلم أن للإخلاص حقيقة وأصلا وكمالا. പറയണ്ടാണ് അറിഞ്ഞാൽ നല്ലതായി. അതിൻ്റെ ഒരു ഹഖീഖത്തുണ്ട്, ഒരു അസ്ലുണ്ട്, ഒരു കമാലുണ്ട്. ഫഹാദിഹി സലാസത്തു അർക്കാൻ. അപ്പം 3 റുക്നില്ലേ. ഫഅസ്ലുഹു അന്നിയ്യ.
നീയത്താണ്. എന്നുവെച്ചാൽ അതിലേക്കുള്ള എന്തിന് എന്നുള്ള ഛേദോവികാരം ഉണ്ടാവില്ല, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു പ്രേരിപ്പിച്ച കാര്യം, അതാണ് നീയത്ത്. ഇത് ഫീഹിൽ അവിടെയാണ് ഇഖ്ലാസ് ഉണ്ടാവേണ്ടത്. ഹഖീഖത്തുഹു അതെന്താ നഫീശോബി അനനിയ, നീയത്തിനെ തൊട്ട് അതിന്റെ കലർപ്പ് അത്രയെല്ലാം നീക്കിക്കളയും. കമാലുഹു അസ്സിദ്ഖ്, 3 റുക്നോട് പറഞ്ഞു, എല്ലാം വിശദീകരിക്കും. ഫീ ഹഖീഖത്തിൽ ഇഖ്ലാസി വഫളിഹി അടുത്ത ഭാഗം. വഫീഹി ഫസ്ലാനി, അത് 2 ഫസ്ലേ ഉള്ളൂ, വേഗം തീരും. ഒന്ന് ഫീ മാനൽ ഇഖ്ലാസി വഹഖീഖത്തിഹി പറയും, രണ്ടാമത് ഫീ ഫളിൽ ഇഖ്ലാസു വമാ വറദ ഫീ ഹസി അലൈഹി. കുറേ പേര് തന്നെ തീർന്നു. അതാ അൽ ഫസ്ലുൽ അവ്വലു ഫീ മാനൽ ഇഖ്ലാസി വഹഖീഖത്തിഹി. قال سيد الإمام عبد الله الحداد رضي الله عنه في النسائه പറഞ്ഞു, അവരെ ഒരു കിതാബാണ്. معنى الإخلاص أن يكون قصد الإنسان في جميع طاعاته وأعماله مجرد التقرب إلى الله تعالى وإرادة قربه ورضاه دون غرض آخر من مراءة الناس وطلب محمدة منهم أو طمع. അപ്പോൾ അതൊക്കെ ഇപ്പം നടത്തേക്ക് തന്നെ മുപ്പറച്ച് അതൊക്കെ നമ്മൾ 4 ഹാല് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നിക്കൽ അള്ളാഹുവിനെ തഖർറുബ് തന്നെ കരുതും, അല്ലെങ്കിൽ ഗൈറ് കരുതും, അല്ലേ? 2 ഹാല്. പിന്നൊന്നോ 2ഉം കൂടെ കൂട്ടിക്കലർത്തും, അല്ലെങ്കിലോ ഒന്നും കരുതൂല. അപ്പൊ ഒന്നും കരുതാഞ്ഞാൽ മുത്തലക്ക്, അല്ലേ? 2ഉം കൂടെ കൂട്ടിക്കലർത്തുന്ന ഒന്നുണ്ട്, ഗൈറ് കരുതും. അപ്പൊ ഗൈറ് എന്താക്കി? ഇഖ്ലാസിന് പറ്റ പുറത്തേക്ക് ചടിക്കും. പിന്നെ സാധുക്കളാകുമ്പോൾ നമ്മക്കുണ്ട് മുത്തലക്ക് മതി എന്ന് പറഞ്ഞു, അതും 2ാം നമ്പറായിട്ട് പിടിച്ചു. അപ്പൊ ഇഖ്ലാസിന്റെ പട്ടിക എന്തായി? അപ്പൊ അതിലൊന്നും വിശാലമായി എത്രയോ പറഞ്ഞിട്ടുണ്ട്. 2 തഖർറുബ് എല്ലാത്തേനെ കരുതിയ ഔല കൊണ്ടും പുറത്തു പോയി, കൂട്ടിക്കലർത്തിയാലും പുറത്തു. അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അഖ്ലിസ് വലാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ. തഖർറുബ് എല്ലാത്തേനെ കരുതണ്ട, നെജിദാവറ്റോ. എന്നിട്ടോ അതിനെ പറ ലാ തഖ്സിദം മഅഹു, കൂട്ടിക്കലർത്തലി. അത് തന്നെ മുപ്പറും പറഞ്ഞത് എന്താ? അയ്യകൂന ഖസ്ദുൽ ലിസാനി ഫീ ജമീഇ ത്വാഅതിഹി വഅമാലിഹി, അവന്റെ മുഴുവൻ താഅത്തിലും അഅമാലിലും അവന്റെ ഖസ്ദ് അവനാണ് മുജറദ തഖർറുബി, തഖർറുബ് മാത്രമാവല്. അപ്പൊ മൂപ്പർ മുത്തലക്കിന് വലിയ സ്ഥാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് അവാമിന്റെ മർത്തബയാണ്. 3 പോയിട്ടുണ്ട്. അതുപോലെ തഖർറുബിന് ഇറാദത്ത ഖുർബിഹി വരില്ലാഹു, അള്ളാഹിനെ കൊണ്ട് അടുക്കലും അവന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശവും അല്ലാത്ത ഒന്ന് കയറാൻ പാടില്ല. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താ? ദൂന ഖർദിൻ ആഖർ, വേറെ ഒരു ഖർദും ഉണ്ടാകാൻ പാടില്ല. മിൻ മുറാഅത്തിൻ നാസ്, ജനങ്ങൾക്ക് പ്രകടമാക്കലി. വതലബി മഹമദത്തിൻ മിൻഹും, അവരുടെ മക്കളിൽ നിന്ന് കയ്യടിയും പോലീസെല്ലാം വാങ്ങലുണ്ടല്ലോ, അതോ ഔ തമഅന, വേറെന്തെങ്കിലും പ്രൈസ് കിട്ടും, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 1 ലക്ഷം പ്രൈസ് ഉണ്ടെന്ന തമഹാൻ. അപ്പൊ മൂപ്പറിലേക്ക് ഇപ്പൊ ഒന്നേ കയറിയിട്ടുള്ളൂ. അതെന്താണ്? മറ്റേ തഖർറുബ് തന്നെ കരുതുന്ന 1ാം മർത്തബയാണ്. മറ്റേത് റുഖ്സയാണ്, ഇത് മുത്തലക്കില്. قال رضي الله عنه ونفعنا به واعلم أن العبادة لا تصح بدون العلم. ഇൽമില്ലാതെ കണ്ട് ഇബാദത്ത് സഹിയാവില്ല. ഓരോ മുഖദ്ദിമത്ത് നോക്കുക. വൽ ഇൽമു വൽ ഇബാദത്തു, ഇനി ഇൽമു ഉണ്ട് ഇബാദത്തുണ്ട്, ലാ യൻഫഅനി ഇല്ലാ മഅൽ ഇഖ്ലാസോട് കൂടി ഇല്ലാണ്ട് ലക്ഷ്യം ഉണ്ടാവില്ല. കേട്ടോ? ഫഅലൈക ബിഹി, അതുകൊണ്ട് ഇഖ്ലാസ് മുറുക്കെ പിടിച്ചോ. വഇന്നഹുൽ ഖുതുബുല്ലദി അലൈഹിൽ മദാർ, എല്ലാ കാലം ചുറ്റിക്കറങ്ങുന്ന കേന്ദ്ര ബിന്ദു ഉണ്ടല്ലോ, അതാണ് ഖുതുബ്. വൽ അസ്ലുല്ലദി അലൈഹിൽ മുഅബ്ബൽ, പക്ഷേ ഒരു ഷാഫ്റ്റ് പറയുന്നില്ലേ, വണ്ടിക്കലുണ്ടാവും ഷാഫ്റ്റ്, അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിയില്ല. വഹുവ കമാ ഖാല അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു മുബറിസാലി പറഞ്ഞിട്ടുണ്ട്, അൽ ഇഖ്ലാസു ഇഫ്റാദുൽ ഹഖ് ഫി ത്വാഅതി ബിൽ ഖസ്ദി. അല്ല, ത്വാഅത്തിൽ ഹക്കിനെ മാത്രമാക്ക ഖസ്ദുണ്ട്. അബിൽ ഖസ്ദിനെ താലൂക്കത്തേക്ക് ഇഫ്റാദ്, ഹക്കിനെ മാത്രം, ഹഖല്ലാഹു എന്ത് ഫി ത്വാഅതി,
ബഹുവ അതെന്ന് വെച്ചാലോ അൻ യുരീദ ബിത്വാഅതിഹി തഖർറുബ ഇലല്ലാഹി തആല, അള്ളാഹ് ആ താഅത്ത് കൊണ്ട് അള്ളാഹിലേക്കുള്ള തഖർറുബ് തന്നെ കരുതുക. ദൂന ശൈഇൻ ആഖർ, മറ്റൊന്ന് കരുതാൻ പാടില്ല. എന്തില്ല മറ്റൊന്ന്? മിൻ തസന്നുഇൻ ലിമഖ്ലൂഖിൻ, മഖ്ലൂഖിന് വേണ്ടി പ്രകടനം, അവക്തിസാബി മുഹമ്മദത്തിൻ ഇൻദന്നാസ്, അല്ല ജനങ്ങളുടെ ഇടയിൽ സ്തുതി ഉണ്ടാക്കി തീർക്കലി, വ മഹബ്ബത്തി മദ്ഹി മിനൽ ഖൽഖി, പടപ്പുകളെ വക്കൽ നിന്ന് അതിനെ സ്തുതിക്കാൻ ഇഷ്ടപ്പെടലി, ആ വിഷയം ശിവ തഖർറുബല്ലാത്ത വേറെന്തായാലും. അപ്പം നബിയാക്കലും വന്നു قال ويصح أن يقال الخلاص تصفية العمل عن ملاحظة المخلوقين وطبلي. കാരണം ഇന്ദന്നാസായാലും മിനൽ ഖൽഖ് ആയാലും എല്ലാം അള്ളാഹു അല്ലാത്ത എല്ലാം മഖ്ലൂഖിൽ പെടും. അപ്പം മഖ്ലൂഖിന്റെ മുലാഹള ചെയ്യുമ്പോൾ ആയാലും ഒഴിവാക്കുമ്പോഴായാലും അതിലേക്ക് ഇൽത്തിഫാത്തേ ഇല്ലാണ്ട് സ്വന്തമാക്കി എടുക്കൽ എന്ന് ചുരുക്കത്തിൽ പറയാം. എത്ര വാക്കുകൾ അങ്ങ് ചുരുക്കി കളഞ്ഞില്ലേ? وقال يحيى بن معاذ الرازي رضي الله عنه الخلاص تمييز العمل من العيوب. എല്ലാ അയ്ബുകളെ തൊട്ടും അമലിനെ വേർതിരിക്കലാണ്. വേർതിരിക്കൽ എങ്ങനെ? തംയീസിൽ ലബനി മിനൽ ഫർസി വദ്ദമി, ചാണകപ്പെട്ടിൻ്റെയോ ചോരൻ്റെ ഇടയ്ക്ക് കൂടെയല്ലേ വെളുത്ത പാല് വരുന്നത് എന്നതുപോലെ വേണം, അങ്ങനെ ശുദ്ധീകരണം. وعن حذيفة المرعشي رضي الله عنه പറയുകയാണ്, മുബറദ ഖലീഫത്തു ഹുദൈഫത്തു ബിൻ ഖതാദത അൽ-മർഅശി അഹദു ഔലിയാഇൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാള്. സാഹിബ സുഫ്യാന സൗരി, തങ്ങളെ സാഹിബ, വഫാത്ത് 161. വറവാ അൻഹു, സുഫ്യാൻ സൗരി തങ്ങളെ തൊട്ട് ഹദീസ് റിവായത്തുമുണ്ട്. മിൻ കലാമിഹി, മൂപ്പർ പറയുന്നത്, ഇല്ലം തഖ്ശാൻ യുഅദ്ദിബകല്ലാഹു ലാ അഫ്ളലി അമലിക, നീ അഫ്ളലായ ഒരു അമൽ ചെയ്തു, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി അള്ളാഹ് എന്നെ ശിക്ഷിക്കൂല എന്ന് വിചാരിച്ചെങ്കിൽ ഫഅന്ത ഹാലിക്, നീ ഹലാക്കായവനാണ്. ഞാൻ ചെയ്ത അമൽ അഫ്ളലായ അമലാണ്, ഇനി അള്ളാഹ് ശിക്ഷിക്കൂല എന്ന് തോന്നിയോ? ജിമാഉൽ ഖൈരി ഫീ ഹർഫൈനി, എല്ലാ ഖൈറും ഒരുമിച്ച് കൂട്ടി 2 അക്ഷരത്തിലാണ്. ഒന്ന് ഹില്ലുൽ കിസ്റ വ ഇഖ്ലാസുൽ അമലി ലില്ലാഹി, തിന്നുന്ന സാധനത്തിലാണ് എന്താ പറയുക കിസ്റ എന്ന് പറയുന്നത്. റൊട്ടിക്കഷ്ണം അതല്ല വേറെ പ്രധാന ഭക്ഷണമായിട്ട് പറയുന്നുള്ളൂ. നിങ്ങളുടെ മന്തിയല്ല, ഇപ്പോൾ മന്തിയും പൊറോട്ടാണ് ഇപ്പൊ സ്റ്റേഡിയം കയറിയ സാധനങ്ങൾ. എത്ര ആക്ഷേപിച്ച് ഇത്ര ആക്ഷേപം കേട്ടൊരു സാധനം എന്താ പൊറോട്ടനെ പറ്റിയാണ്. നോക്കുമ്പോക്ക് അന്നുണ്ടാക്കി എന്നെ സ്ഥാനം ഉയർത്തി അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റേഡിയമിലാണ്. കണക്കിലൊരു കുറ്റം പറഞ്ഞ അങ്ങനെ ഉണ്ടായില്ലേ? എല്ലാവരും കിസ്റത്തും ഇഖ്ലാസുൽ അമലുണ്ടായ എല്ലാ ഖൈറും കിട്ടിക്കഴിഞ്ഞാണ്. അൽ-ഇഖ്ലാസു ഇസ്തിബാഉ അഫ്ആലിൽ അബ്ദി ഫിൽ ളാഹിരി വൽ ബാത്തിൻ. കിസ്റത്ത് എന്ന റൊട്ടി കഷ്ണം തിന്നുന്ന ഹലാലാവില്, തിന്നുന്ന റൊട്ടി കഷ്ണം ഹലാലാവില്ലെന്ന് നമ്മളെ ഹലാൽ വറാവ് ഇപ്പൊ ഓതി കഴിഞ്ഞാൽ വിശാലമായിട്ട് ഓതിയില്ലേ? ആ അല്ല ഹലാല കിസ്റത്ത് എന്നുള്ള ലഘു ഭക്ഷണം ലഘുവായ ഭക്ഷണമാക്കല്ലേ, പക്ഷെ അത് ഹലാലാകും. അതെ അതെ ലാഹിറിലും ബാത്തിലും ഒരുപോലെയായ അഅ്മാൽ അബ്ദ് ചെയ്യുന്ന പണിയിലാണ്. وعن أبي علي الفضيل بن عياض رضي الله عنه قال ترك العمل لأجل الناس. إذا متريو قتل أذكر عمل لأجل الناس شرك تركه للناس ذاكه وإذياء سبه لنا. അതാ അമല് ജനങ്ങൾക്ക് വേണ്ടി അമലിന് ഒഴിവാക്കി, അത് റിയാദാണ്. എന്തുകൊണ്ട്? അമൽ ചെയ്യണോ ചെയ്യണ്ടാകുമ്പോൾ ജനങ്ങളിലേക്ക് ഒരു നോട്ട് ഇടാൻ വന്നിട്ടുണ്ട്. വൽ അമലുള്ള അജലിന്നാസി, ഇനിയോ അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്താലോ അത് ശിർക്കുപോയി. അപ്പോൾ ചെയ്താൽ ശിർക്കാകും, ഒഴിവാക്കിയാൽ റിയാകും. എന്തുകൊണ്ട് റിയാഗ് എന്തുകൊണ്ടാണ് വന്നത്? ചെയ്യുമ്പോൾ എന്തിനാ അവിടെ നോക്കുന്നത്? ആള് കാണോ ഇല്ലോ എന്നുള്ള നോട്ടം എന്താന്നില്ല. അതല്ല അമലുള്ളി അജലിന്നാസി ചുരുക്കും തർക്കുഹോലിന്നാസി അതൊക്കെ മുതിനി സബഹലാണ്. അപ്പൊ ഫിഇലിലും ഇപ്പം ഖാസിറായി, തർക്കിലും ഖാസിറായി, സബഹലല്ലേ.
വൽ ഇഖ്ലാസോ അൻ യുആഫിയകല്ലാഹു മിൻഹുമാ, ജനങ്ങൾക്ക് വേണ്ടി ഫെയിലും വേണ്ട തർക്കും വേണ്ട, അത് രണ്ടിൽ നിന്നും അല്ലാഹു നിന്നെ ആഫിയത്താക്കി ഇഖ്ലാസ് ഉണ്ട്. قال سيدنا عبد الله الحداد رضي الله عنه في معنى قول الفضيل. അപ്പോൾ ഫുളൈൽ ഇമാമിന്റെ കലാമിൽ ഈ കുറിച്ച് ഒരു അവ്യക്തത നമുക്ക് തോന്നുന്നു. ഒന്ന് ക്ലിയർ ആക്കുന്ന മൂപ്പറയുന്നു ഷർഹ് പറയുന്നു. ആര്? അബ്ദുല്ലാഹി ഹദ്ദാദ്. ഫുളൈൽ ഇമാമിന്റെ കലാമില്ലേ? തർക്കുൽ അമലി അജലന്നാസി ദിയാഉൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്ന ശൈത്വാന മുറാദുഹു മിൻക ബുത്ലാനുൽ അമലി ബിദ്ദിയാ. കേടാ, ശൈത്താന്റെ മുറാദുണ്ട് ദിയാ കൊണ്ട് അമല് ബാത്തിലാകണം എന്നാണ്. അവിൽ റുജുബി അല്ലെങ്കിൽ റുജുബ് കൊണ്ട് ബാത്തിലാക്കണം എന്നാണ്. അവർക്ക് ചുരുക്കത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നിട്ട് അമലിനെ ഇല്ലായ്മ ചെയ്യലാണ് ശൈത്താന്റെ മുറാദ്. ഹത്താ ലാ യഹ്സുലു ലക മിൻഹു നഫ്ഉൻ, ആ അമല് കൊണ്ട് ഒരു തരത്തിലുള്ള നഫ്ഉം കിട്ടാത്ത രീതിയിലാക്കലാണ് ആരുടെ ഉദ്ദേശം? ശൈത്താന്റെ. അപ്പൊ ഫൈദാ തറക്തഹു ബിൽ കുല്ലിയത്തി, അപ്പൊ മുഴുവനായി ഉപേക്ഷിച്ചാലോ ഫദാക മുറാദുഹു മിൻക, അത് തന്നെയല്ലേ ഒഴുക്കി വേണ്ടത്. ഒന്നിക്ക് തീരെ ചെയ്യാണ്ടാക്കല് അല്ലെങ്കിൽ ചെയ്തതിനെ ബാത്തിലാക്കല്. ഖാല ബഅദുൽ ഉലമാഇ റഹിമഹുമുല്ലാഹ് മിൻ മകായിദി ശൈത്വാനി, ശൈത്താന്റെ ചതിയിൽപ്പെട്ടതാണ് തർക്കുൽ അമലി, അമലിനെ വേണ്ട നോക്കല്. ഖൗഫൻ മിൻ അൻ യഖൂല അന്നാസു ഇന്നഹു മുറാഹി, ഇവൻ ദിയാകാരനാണ് എന്ന് ജനങ്ങൾ പറഞ്ഞാളിയോ എന്ന് പേടിച്ചിട്ട് അമല് വേണ്ടാന്നും വെക്കല്. ഓനെ എന്തായി? ദിയാകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ അമലും ജനങ്ങളൊക്കെ നോക്കുന്നതിന് ജന്ന തത്ഹീറൽ അമലി മിൻ നസഹാത്തി ശൈത്വാനി ബിൽ കുല്ലിയത്തി മുതഹദ്ദിറുൻ. എടാ, ശൈത്താന നസഹാത്ത് ഉണ്ടല്ലോ, അവന്റെ പ്രേരണകൾ, അത് പറ്റ ഒഴിവാക്കിക്കൊണ്ട് അമൽ ചെയ്യുന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ചെയ്താലോ കുടുങ്ങും, ചെയ്തിട്ടില്ലെങ്കിലും കുടുങ്ങും. ശൈത്താന്റെ ഒരു ഓഹരുണ്ട്, നസീബം മഫ്റൂദാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇബാദിൽ നിന്ന് എന്റെ അവകാശം ഞാൻ വായിക്കൊള്ളാന്ന് പറഞ്ഞു. തീരെ ദിക്ർ ചെല്ലണ്ട, ചെല്ലണ്ട. എന്നാ പിന്നെ അത് സമ്മതിച്ചത് ചെല്ലണമെന്ന് പറയുന്നു. നീ ചെല്ലും, ഞാൻ കാണിച്ചുതരാം. അതാ ബേദീർക്കട ഹാട്ടലോടെല്ലാം പോകാനുണ്ടോ? ബേ ചൊല്ലി തീർത്തില്ലേ? അപ്പൊ ചൈത്താനിക്കുള്ള അവകാശം ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഓരോണ്ടാവും ക്ലാസ് എത്തിയിട്ട് പോകുന്ന എൻ്റെ ഓഹരി എനിക്ക് കിട്ടി. അപ്പൊ ഫലവും ഔഖഫ്നൽ ഇബാദത്ത് അലൽ കമാൽ, കമാലായ രൂപത്തിൽ ഒരു ഇബാദത്ത് പോണമെന്ന് കാണിച്ചു വെച്ചാൽ ഇഷ്ടിഗാലു ബിശൈഇൻ മിനൽ ഇബാദത്തിൽപ്പെട്ട ഒന്നുകൊണ്ട് ശൂലാൻ നടക്കൂല. എന്തുകൊണ്ട്? വദാലിക യൂജിബുൽ ബതാലത അല്ലതി അഖ്സാ ഖറദി ശൈത്താൻ. അപ്പൊ ശൈത്താന്റെ ഖറദിന്റെ പരമാവധി എന്താണ്? നീ ബതാലത്തിലുണ്ടാവണമെന്നാണ്. നിന്റെ ആയുസ് വെറുതെ പോണം, ഒരു ഫായിദയില്ല. അതാണ് ശൈത്താൻ പരമാവധി ഉദ്ദേശിച്ചത്. അതിന്റെ കിട്ടിക്കഴിഞ്ഞു. വഖാല സയ്യിദുൽ ഇമാമുൽ ആരിഫ് ബില്ലാഹി അഹ്മദ് ഇബ്നു ഹസൻ അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖദ്ദമൽ ഇഖ്ലാസ അലൽ അമൽ മാ തയസ്സറ ലഹുൽ അമൽ. ഇഖ്ലാസിനെ എന്താക്കി മുന്നിട്ട് വെച്ചാൽ ഒരിക്കലും ഒരു അമൽ നടക്കലുണ്ടാവില്ല. സാധാരണ ഹല പറയുന്നു. അതുകൊണ്ട് വൽ യബ്തദി ബിൽ അമലി അമലൻ, അമലങ്ങ് തുടങ്ങും. എന്നിട്ടോ എന്നിട്ട് ആ അമലിൽ ഇഖ്ലാസ് ഉണ്ടാകുന്നു. ഇഖ്ലാസ് ഉണ്ടായിട്ട് അമൽ ചെയ്യുന്ന വെച്ചാൽ ചെയ്യലുണ്ടാവില്ല. വലായത്തടബുൽ ഇൻസാനിൽ കമാൽ, കമാല് വേണം എന്ന് തേടണ്ട, അതുപോലെ പൂർത്തിയാക്കില്ല. എല്ലാമിൻ നഫ്സിഹി വലാമിൻ ഗൈരിഹി, സ്വന്തം നഫ്സിൽ നിന്നും കിട്ടൂല, ഗൈറുൽ മഖ്ദും കിട്ടൂല. അതുകൊണ്ട് ഫൈദാ തലബഹു മിൻ നഫ്സിഹി, നഫ്സിന്റെ വക്കൽ നിന്ന് തേടിയ മാ അമിൽ അമൽ ചെയ്യാണ്ടിരിക്കലാണ്. ചെയ്യാണ്ടെന്നാ ഇബ്ലീസിന് സന്തോഷം. വൈൻ തലബഹു മിൻ ഗൈരിഹി, ഗൈറിന്റെ വക്കൽ നിന്ന് ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. എന്നാലുണ്ടാവും എല്ലാവരെ പറ്റി തെറ്റിദ്ധാരണയാണ്. ഓൻ്റെ അവൻ ഇഖ്ലാസില്ല, ഓൻ്റെ അവൻ ഇഖ്ലാസില്ല, ഇഖ്ലാസില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുക്ക് ബലിയാണെന്ന് ഒരു സാധനം ഉണ്ടാവില്ല. എന്താ മാ കബുറ അഹദും ഫിയാനി, ഇവന്റെ കണ്ണിൽ ആരും ബലിയാളാവൂല. അപ്പൊ മസ്തഹക്കറന്നാസക്കുല്ല, എല്ലാരെയും മോശക്കാരാക്കിക്കണം. وقال أبو سليمان الداراني رضي الله عنه طوبى لمن صحت له خطبة واحدة لا يريد بها إلا الله عز وجل. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ചവിട്ടടി സഹിയായി കിട്ടിയ അവർക്ക് ഭാഗ്യം എന്നാണ്.
ഇതിൻ്റെ ബാക്കി ഒരു കാൽ വെപ്പ് പോട്ടെ. മിൻ അലാമാത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ കുറേ അലാമാത്തുണ്ട്. അൻ ബിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു സലാസുൻ മിൻ അലാമാത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ അലാമാത്ത് 3 ഉണ്ട്. ഇസ്തിവാഉൽ മദ്ഹി വദ്ദമ്മി മിനൽ ആമ്മ, പൊതുജനങ്ങളിൽ നിന്ന് മദ്ഹ് പറഞ്ഞാലും സമം, ദമ്മ് പറഞ്ഞാലും സമം, രണ്ടും ഒരേ മാതിരി. മദ്ഹ് പറയുമ്പോൾ ഒരു പൊന്തലോ ഒരു ഇതും ദമ്മ് പറയുമ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ യകൂനു മദ്ഹുഹു വദമ്മുഹു സബാം, അതൊക്കെ പറഞ്ഞത്. അപ്പം ഇതെല്ലാം അരിച്ചു പറക്കിയിട്ട് മൂപ്പർ അതൊക്കെ ഉണ്ടാക്കിയത്. വനിസിയാനു റഹ്മത്തിൽ അമാലി റുഅ്യത്തിൽ അമാലി ഫിൽ അമാൽ, അമൽ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കാര്യമായ ഒരു അമലുണ്ട് എന്ന് ഇവനെ കൊള്ള കാണാൻ പാടില്ല. അവൻ മിന്നത്തല്ല അല്ലാഹ്. അപ്പോൾ ഞാൻ നിക്കിച്ചാണ്, ഞാൻ നോമ്പാറ്റാണ്, അതില്ല. വഖ്തില്ലാഹു സവാബിൽ അമലി ഫിൽ ആഖിറ, സവാബ് ഉണ്ടെങ്കിൽ ആഖിറത്തിൽ കിട്ടിയാൽ മതി എന്ന് കാണുന്നു. സവാബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ച് തന്നെ. വഖാല ബഅദുഹും അൽ മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യക്തുമു ഹസനാതിഹി കമാ യക്തുമു സയ്യിആതിഹി, ഇവന്റെ കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണോ മറച്ചു വെക്കുന്നത് എന്നതുപോലെ ഹസനാത്ത് മറച്ചു വെക്കുന്ന ആളാണ് മുഖ്ലിസ് എന്ന് ഓരോ വിധങ്ങളിൽ ഇബാറത്തുണ്ട്. قال الحافظ روى الحافظ أبو نعيم عن السيدة عائشة أم المؤمنين رضي الله تعالى عنها, عائشة ബീബിയെ തൊട്ടാണ്, أنها كانت تقول, ആയിഷ ബീബി പറയുമ്പോഴും നഫ്സഹു മിനൽ മുഖ്ലിസീൻ, ഞാൻ മുഖ്ലിസീങ്ങളിൽപ്പെട്ട ആളാണ് ഓൻ ആദ്യം എണ്ണി. കാന മിനൽ മുറാഈൻ, റിയാകാരനായി മാറിയിരിക്കുന്നു. ഓനെ വിചാരം ഞാൻ മുഖ്ലിസായ ആളാണ്. വമൻ റആ നഫ്സഹു മിനൽ മുറാഈന, റിയാ കാട്ടുന്ന ആളെ കൂട്ടത്തിലാണ് നഫ്സിനെ എണ്ണിയതെങ്കിൽ കാന മിനൽ മുഖ്ലിസീൻ, നേരെ തിരിച്ചായി. قال سيدنا الإمام عبد الله بن علوي الحداد رضي الله عنه في الحكم, ورحكم حكم العطائية الله, أدل دليل على كمال عقل الرجل, കണ്ടോ ഒരു റജുലിന്റെ അഖല് കമാലായിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ദലീലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയേറിയ ദലീല് എന്തുമേൽ അറിയിച്ചത് ഒരാൾക്ക് അഖലുണ്ട് കമാലായിട്ടുണ്ട്. സനാഹുൽ അഖ്റാനി, അവനെ സമകാലികന്മാർ അവനെന്താക്കും സനാഹ് ചെയ്യും. ഓൻ്റെ കാലത്തിൻ്റെ ഉറപ്പുറപ്പിങ്ങളല്ല എല്ലാം അവരോട് അസൂയും മറ്റാണ്, എല്ലാത്തിനും കുറ്റം പറയലും ഉണ്ടായിരുന്നു. ഓനിക്കെന്താ അറിയില്ല, ഓനെന്താ ഉള്ള അഖ്റാനിനെ സനാഹ് ചെയ്യുന്നുണ്ടോ? വാദല്ലു ദലീലന തവാദുഇഹി, ഇവന് തവാദുഉണ്ട് എന്നുള്ളതിന് ഏറ്റവും അറിയുന്ന ദലീൽ എന്താണ്? ഇവനെ മുന്തിക്കലാണ് അവിടെ വേണ്ടത്, ആ സ്ഥാനത്ത് പിന്തിച്ചു പോയി, എന്നാ അതുകൊണ്ട് കുറ്റായി. ഓരോ സീറ്റും ഓരോ സ്ഥാനത്തും മുന്തിക്കലില്ലേ, അതാ സ്റ്റേജമേലാണ് വേണ്ടത്. ഇവനിക്ക് കിട്ടിയത് ആയിക്കോട്ടും ഓരത്തെ ഭക്ഷണം എത്തിയിട്ട് ഇവനാ തുടങ്ങിക്കൊണ്ടിരിക്കണം, അതൊരു തക്തീമാന്നല്ലോ. അവസാനം ഇവൻ എന്താക്കി നിന്നിട്ട് വയ്യ വയ്ക്കേണ്ടി വന്നു. ആയിക്കോട്ടെ, എന്നാ കണക്കാക്കിയ സമയത്ത് വെച്ച്. അപ്പം തക്തീം, ഒന്നാം സ്ഥാനം മുന്തിയ സ്ഥാനം കിട്ടൽ അവകാശപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ പിന്തിക്കപ്പെടേണ്ടി വന്നുപോയി. എന്നാൽ അതുകൊണ്ട് പറ്റ പ്രകോപനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വാദല്ലു ദലീലിൻ അലാ ഇഖ്ലാസിഹി, ഇഖ്ലാസിന്റെ മേൽ ഏറ്റവും അറിയിക്കുന്ന സാധനം എന്താ? അദമുൽ മുബാലാത്തി ഇസ്ഖാത്തിൽ ഖൽഖി ഫീ ജംബിൽ ഹഖ്, അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് റിലയെല്ലാം കിട്ടും. അള്ളാഹിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട പടപ്പുകളെ ദേഷ്യം പിടിക്കലോ മഹബത്തോ ഒന്നും പ്രശ്നമല്ല. ومن كلامه رضي الله عنه من عمل شيئا من الطاعات, البتة والكاري ഒരാൾ ചെയ്തു وظن أنه مخلص في ذلك, അതിൽ മുഖലിസാണ് എന്നാണ് ഇവ വിചാരിച്ചതു. എന്നാ ഒരു പരീക്ഷണം നടത്തണം, ശരി തന്നെയാണോ? എന്താ ഫൽ യുജദ്ദിബ് നഫ്സഹു, അവന്റെ നഫ്സിനെ ഒന്ന് പരീക്ഷിക്കുക. എങ്ങനെ? ഫഇൻ അറദ ലഹു മാ മനഅഹു അൻ ദാലിക്, ആ അമലിനെ തടയുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ വതഅസ്സഫ അലാ അദമി ഫീലിഹി, അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ ദുഃഖിതനുമാണെങ്കിൽ വഹുവ മുഖലിസ്, മുഖലിസാണ്. കേട്ടില്ല? ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചു നോക്കാം.
വണ്ടി കിട്ടിയില്ല, എന്താ മുടക്കം വന്നുപോയി. ആ സങ്കല്പം എന്നാ എനിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ? ദുഃഖം ഉണ്ടെങ്കിൽ ആ ചെയ്യുന്ന ഉദ്ദേശിച്ച അമലിൽ ഇഖ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം അതിൽ പോസാക്കുക എന്നാൽ വണ്ടി കിട്ടുന്ന ആ ഒരു എതിരല്ല. പണ്ട് മഹർസിലേക്ക് പോകാൻ മടിയുള്ള കൊണ്ട് കളിപ്പറമ്പിലുണ്ടാവും എന്താണ് റോട്ടം മാറിയ ചാണകമാണ്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. മഹർസി പോകാനൊക്കെ പറക്കുന്ന ഒന്നിപ്പായിച്ചാൽ ഈ ചാണകമുള്ള സ്ഥലത്തിന് റോട്ടിന് വക്കത്ത് നിൽക്കും. അവൻ വേറെ ബസ് പോകുമ്പോൾ എന്താക്കും, വേറെ വണ്ടി തെറിക്കും. തെറിച്ചുമ്പോ തുണിക്ക് ചാണം ചോദിച്ചാൽ എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. പോകാണ്ടാക്കാനാണ് ആ അവിടെ നിന്നത്. അതെ, ആ പൗസാക്കല്ലേ ഉണ്ട്. അമല എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ അത് ശരിക്കും വായിച്ചോ. ത്വആത്തിൽപ്പെട്ട ഒന്ന് ചെയ്തിട്ട് ഇവൻ വിചാരിക്കുന്നത് ഞാൻ മുഖ്ലിസൈന എന്നാ പരീക്ഷണം നടത്തും. എന്താണ് ഫഇൻ അറലഹു മാ മനഅഹു അൻ ദാലിക്, അവനെ ആ അമൽ ചെയ്യുന്ന തൊട്ട് തടയുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, വതഅസ്സഫ അലാ അദ്ഫിലിഹി, ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ദുഃഖിതനാണെങ്കിൽ ഫഹുവ മുഖ്ലിസ്. വയില്ല, അങ്ങനെ ദുഃഖമൊന്നുമില്ല, പോസാക്കില്ല ഫല, എന്നാ പിന്നെ ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല. അബ്ദുല്ലാഹിന്റെ ഒരു രംഗമാണ്. വദക്കറ ശൈഖ് അഹ്മദുൽ ഹസാബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂപ്പർ വലിയ ആളാ. എന്താണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാന്ന് പറഞ്ഞു. മൂപ്പറ വായ്മൊഴിയൊക്കെ റിക്കാർഡാക്കലാണ്. ഹദ്ദാദ് തങ്ങൾ സ്വന്തം കൈകൊണ്ടൊരു കിതാബ് ഉണ്ടാവില്ല. മൂപ്പറ ക്ലാസ് പരീക്ഷ ഒക്കെ എന്താക്കും, എല്ലാം വായ്മ നിന്ന് ഒക്കെ റിക്കാർഡാക്കും. അതാണ് അഹ്മദുൽ ഹസാബി. അതാ ഫീ തസ്ബീത്തിൽ ഫുആദ് എന്ന് മൂപ്പർ റിക്കാർഡാക്കിയ കിതാബിന്റെ പേരാണ്. അതാ അശ്ശൈഖു സാലിഹു അഹ്മദ് ബിൻ അബ്ദുൽ കരീം അശ്ശജാർ അൽ-അഹ്സാഇ ഹാജറ മിനൽ അഹ്സാഇ എന്ന് പറഞ്ഞിരിക്കുന്ന ഹിജ്റ പോയിട്ട് ലാസം ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ലാസിമാക്കി 17 കൊല്ലാണ് മൂപ്പറ കൂടെ കൂടിയത്. ലാ യകാദു യുഫാരിഖു മജ്ലിസഹു, മൂപ്പറ മജ്ലിസ് ഒരിക്കലും പിരിയൂല. എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാകും. വകാന യക്തുബു കുല്ലമാ യതകല്ലമു ബിഹിൽ ഇമാമു ഫീ ഹുദൂരിഹി, ഇമാമ് സംസാരിക്കുന്ന മുഴുവനും എഴുതും. ഹത്താ ജമഅ സിഫ്റൻ കബീറൻ മിൻ കലാമിഹി, അങ്ങനെ വലിയൊരു കിതാബ് ഉണ്ടാക്കിയതാണ് ഇസ്മു തസ്ബീത്തുൽ ഫുആദ്. എഴുതിയ കിതാബാണ്. വകാന അലൈഹി മുദ്ദത്തു ഇഖാമത്തിഹി ഇൻദൽ ഇമാം, ഇമാം ഹദ്ദാദുകളല്ലേ അവരുള്ള കാലത്ത് മൂപ്പറുടെ വദീഫ എന്താ, വദീഫത്തുൽ അദാൻ, ബാങ്ക് കൊടുക്കല്, വഹമുൽ സജാദ, അതുപോലെ തന്നെ മൂപ്പറ മുസല്ല എടുക്കല്, മറ്റേ മണം കുടിക്കുന്ന പാത്രങ്ങളെല്ലാം. സാഫറ ഇലൽ ഹറമയിലേക്ക് ബാല വഫാത്ത് ശൈഖിഹി, ഹദ്ദാദ് ശൈഖ് വഫാത്തായതിനു ശേഷം ഹറമയിലേക്ക് പോയി. സുമ്മ ഇലൽ അഹ്സാദ്, പിന്നെ സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ നിന്നല്ല ഹജ്ജ് ഹിജ്റ വന്നേ. വതുഖഫി ബിഹാ തർജുമതു ഫീ ബഹജത്തുൽ സമാൻ എന്ന കിതാബ് നോക്കുക, കുറെ ചരിത്രത്തിന്. ഏതായാലും തസ്ബീത്തുൽ ഫുആദിൽ അന്നഹു ജാഅ ഇലാ സയ്യിദുൽ ഇമാമി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ വന്നു. അങ്ങനെയുണ്ടാ റജുലുൻ, ഒരു റജുൽ വന്നിട്ട് യസ്തഅ്ദിനു ഫീ ബിനായി മസ്ജിദിന്, ഒരു പള്ളി എടുക്കാൻ വേണ്ടി സമ്മതം തരണമെന്ന് പറഞ്ഞു. ഞാൻ പള്ളി എടുക്കാൻ ഉദ്ദേശമുണ്ട്. ഫഖാല റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇൻ കാനത് നിയ്യതുക ഫീ ബിനാഇഹി ഖാലിസത്തൻ ലില്ലാഹി, ആ പള്ളി എടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ നീയത്ത് അള്ളാഹ്ക്ക് തന്നെ ഖാലിസായിട്ടുണ്ടെങ്കിൽ മാ നറുദ്ദുക ബിനാഇഹി, എടുക്കുന്നതിന് ഞാനൊരു മുടക്കവും പറയുന്നില്ല, എടുത്തോ. വഇൻ കാന നിയ്യതുക മാ ഹിയ ഖാലിസത്തൻ, ഖാലിസായ അല്ലാത്തതാണെങ്കിൽ ഫലാ തവനെ എടുക്കേ വേണ്ട. തിരിഞ്ഞിട്ടപ്പ കാല ബല, എൻ്റെ നീയത്ത് വളരെ കറക്റ്റാന്ന് പറഞ്ഞു. എന്റെ നീയത്ത് ഖാലിസാന്ന് പറഞ്ഞു. ദേവാക്ഷേമം പറഞ്ഞല്ല. എന്നാ പിന്നെ ഒരു പരീക്ഷണേ, ലൗ ബനൈതഹു, നീ അത് പള്ളി എടുത്ത്, വതഇബ്ത ഫീ ബിനാഇഹി, അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച്, വസറഫ്ത ഫീഹി മാലൻ കസീരൻ, ധാരാളമായ സ്വത്ത് നിനക്ക് ചെലവാക്കി. ഫലമ്മാ തമ്മ, അങ്ങനെ പൂർത്തിയായപ്പോൾ ലം യുൻസബിലേക്ക്, നീ എടുത്ത പള്ളിയല്ല എന്നാ പറയുന്നത്. പേര് വരാക്കായി പോയി. എന്നാ നിനക്ക് പ്രയാസമുണ്ടോ?
ഇല്ലാണ്ട് കുറങ്ങളെ അവ പേരെടുക്കാനാണ് ഇന്നമാ നുസിബലി കൈരിക്ക വേറെ പേരിലേക്കായി പോയി വക്കീല. എന്നിട്ടോ മസ്ജിദ് ഫുലാനി എന്നാ പറയുന്നത്. പേര് മാറ്റിക്കൾ നീ അതെ 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 മോഷ്ടുഹത വിധാനിക്ക അതുകൊണ്ട് ശുഹ്റത്വമായി പോയി. വാന്തമാനുസിബയിലേക്ക് ആ പള്ളി എന്താക്കി നിന്നെ കൊണ്ട് ചേർക്കപ്പെട്ടില്ല. വലം തുറക്കിറ ബിഹി ഷൈൻ അതിന് നിന്റെ പേര് അതേ പട്ടികയിൽ എവിടെയുമില്ല. ഇയാളെ മുഴുവൻ അധ്വാനിച്ചാണ്. ഹാൽ തറ നഫ്സക മുത്തിയത്തിൽ ഇതാലിക്ക നിന്റെ നഫ്സ് അതിന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദ്യം. ഫക്കറ കലീന കുറെ ചിന്തിച്ച് എന്താണ് മറുപടി വരേണ്ടത്. സുമ്മക്കല മാറാ നഫ്സി മുത്തിയത്തിൽ അങ്ങനെ ആവാൻ വേണ്ടി നഫ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ എന്തായി ഉള്ളത് തന്നെ പക്കാല സൈദലു ഒത്തുറുക്കുന്ന പള്ളി എടുക്കണ്ടെന്നു. പൈന നീയത്തൊക്കെ കയറു സാലിഹ നിന്നെ നീയത്ത് സാലിഹായിട്ടില്ല. അതെ അല്ലേ. ومن أقوال المخلصين وأحوالهم മുഖലിസീങ്ങളെ കൗലും പറയട്ടെ റഹ്മാൻ പറയട്ടെ. മാ സഹ അനിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വറളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു അന്നഹു ഖാല വദിത്തു അന്നൽ ഖൽഖ തഅല്ലമു ഹാദൽ ഇൽം ജനങ്ങളെല്ലാവരും ഈ ഇൽമ പഠിച്ചോട്ടെ. ഇത് മൂപ്പറ ഫിഖ് അതായത് യാനി ഇൽമഹു വകുതുബഹു മൂപ്പറുണ്ടാക്കിയ തസാനീഫും കിതാബെല്ലാം പഠിച്ചോട്ടെ. വല യൂസബ് ഇലൈഹി ഹർഫും മിൻ അതിൽപ്പെട്ട ഒരു ഹർഫ് ഷാഫിൻ്റെതാണെന്ന് ചേർക്കണ്ട. ആ കോലത്തിൽ പഠിച്ചോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നല്ലാണ്ട് ഇത് മുഴുവനും അതാണ് ഇത് ഞാൻ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നടപടി എടുക്കും അങ്ങനെ കട്ടെടുക്കാൻ ആൾ എന്നൊക്കെ ചോദിക്കാൻ നിൽക്കില്ല. എല്ലാവർക്കും ഇമാം നവവി ഫി തിബിയാൻ. ഇനി ഖാല സയ്യിദുൽ ഇമാമുൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു ലാ അഹദുൻ യദ്ദഇൽ ഇഖ്ലാസ് ഒരാളും ഇഖ്ലാസ് ഉണ്ട് എന്ന് വാദിക്കുന്ന ആളില്ല. ബൽ യൽസമു ഹദ്ദഹു വലാ യതഅദ്ദാ തൗറഹു വയഅതഖിദു ഫീ നഫ്സിഹി ദിയാ അവനവന്റെ ഹദ്ദ് ലാസിമാക്കിക്കോ അതിന്റെ പരിധി വിട്ട് കിടക്കാൻ പാടില്ല. പണ്ട് പറഞ്ഞില്ലേ 40 കൊല്ലം സോഫിയാർക്ക് കൂടിയിട്ട് നീ എന്ത് പഠിച്ചില്ല? 2 കലിമത്ത് പഠിച്ചു. നിന്റെ കതിർ എന്തുണ്ട്? ഇൽമിലാണോ ശക്തിയിലാണോ പണത്തിലാണോ ബുദ്ധിസാമർത്ഥ്യത്തിലാണോ എന്തെങ്കിലും ഒരു നിന്റെ കതിർ നീ അറിയാം. എന്നിട്ടോ അതിന്റെ അപ്പുറം നീ മറികടക്കാൻ നിൽക്കുക. നിനക്ക് എത്ര വഹിക്കാൻ കഴിയുമോ? എനിക്കൊരു 10 കിലോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കതിർ എനിക്കറിയാം. അല്ല അപ്പൊ ഞാനൊരു കിൻഡിൽ ചുമക്കും. അതിന് കിൻഡിൽ ചുമന്നാണെന്ന് പറഞ്ഞല്ല, അത് വേണ്ട. ആ പരിധിയുടെ കുറച്ച് താഴെ. അപ്പൊ ഇവനെന്താകണം? ആരും ഇഖ്ലാസ് ബാധിക്കണ്ട, നഫ്സ് ദിയാ ഉണ്ട് എന്ന് എത്തിക്കാത് ചെയ്തോന്നാ പറയുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായില്ലേ അപ്രകാരം നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ പറ്റി പറയാലോ. അവന്റെ കതിർ അറിയുകയും ആ കതിർ അനുസരിച്ച് നിൽക്കുകയും മറികടക്കുകയും ചെയ്തിട്ടില്ല. ഇല്ലം ഞെക്കും കഥാലിക്കാം അങ്ങനെ എല്ലാം നോക്കാം. നല്ലം ഞെതിഹു ദാലിക്ക ഇല്ല റിഫഅത്തൻ. അപ്പോൾ ഇത് ഞാൻ റിയാകാരനായിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കതിറൊന്നും കുറയൂല. മറ്റേ ഉള്ളതുപോലെ പറഞ്ഞു ഇല്ല റിഫഅത്തൻ വഖദ്റൻ ഇൻദല്ലാഹി തആല. എന്നിട്ട് ചോദിക്കുന്നു വഅൈനൽ ഇഖ്ലാസുൽ യൗം, ഇന്ന് എവിടെയാണ് ഇഖ്ലാസ് ഉള്ളത്? 400 കൊല്ലം മുമ്പാ ചോദിക്കുന്നു. ഒപ്പം ചോദിക്കും ഇന്ന് ഇഖ്ലാസ് എവിടെ? അത്യപൂർവമായ ഒരു സാധനമാണ് ഇഖ്ലാസ് എന്ന് അറിയിക്കുന്നത്. എന്താ? ലാ യകാദു യൂജദു, അത് കിട്ടാത്ത കനിയാണ്. അതുമല്ല അറിയിക്കുന്നതാണ് ഖൗലു ശാഫിഈ. ശാഫിഈ ഇമാം നേരത്തെ എന്ന് പറഞ്ഞില്ലേ മിമ്മാ യദുല്ലുക്കാന്റെ ഖബർ മുബ്തദാ മുഅഖർ. എന്താ ഇമാം പറഞ്ഞേ? വദിത്തു അൻ ലൗ ഇൻതഫഅ അന്നാസു ബിഹാദൽ ഇൽമി, ഈ ഇൽമു കൊണ്ടെന്ന് വെച്ചാൽ മൂപ്പറിന് ഇജ്തിഹാദ് ഉണ്ടാക്കിയ ആ മദ്ഹബിന്റെ ഇൽമ് യാനി ഇൽമഹു വലാ യുൻസബു ഇലൈഹി ഹർഫും മിൻ, അതിൽപ്പെട്ട ഒരു ഹർഫും എന്റേതാണെന്ന് ചേർത്ത് പറയണ്ട എന്ന കലാമ് തന്നെ
എന്താന്ന് വളരെ അത്യർഭവമായ ഒരു കലാമാണ് നടന്നത്. പക്കം ആയജബന കലാമുഹാദ, നമുക്ക് ഈ കലാമ് വല്ലാതെ എത്രയാണ് അത്ഭുതപ്പെടുത്തിയെന്നറിയോ? അങ്ങനെ ഒരാൾ പറഞ്ഞോ? എന്തുകൊണ്ട്? വലവ് കുൽത്തലി മുസന്നിഫി കിതാബിൻ, ഒരു കിതാബിന്റെ മുസന്നിഫിനോടൊന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് ഇസ്മക്കം എന്ന് നിങ്ങൾ പേരൊന്ന് വായിക്കണോ? എന്റെ പേര് വായിക്കാൻ ഞാൻ ഉണ്ടാക്കിയ കിതാബിന് ആവിക്തബ് ഇസ്മ ആഹർ, അല്ലെങ്കിൽ വേറൊരാളെ പേരെഴുതിക്കോ എന്ന് പറഞ്ഞാൽ ആവുല തക്തു വരല്ല ഒന്നും ഇതണ്ട എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അന്നല്ല ഹാസിലുള്ളക്ക പേരെഴുതിയാലും വേറാളെ പേരെഴുതിയാലും കൂലി എനിക്ക് കിട്ടും. ഫലാ ഹാജത്തയില നിസ്ബത്തിഹി, എന്ന് നിന്റെ നിസ്ബ വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ ലാഭ, അവൻ കൂട്ടാക്കൂല. അവൻ പേര് പ്രസിദ്ധിയാണോ? വഹാദ യദുല്ലു അലാ അദിമി ഇഖ്ലാസിഹി, ഇഖ്ലാസ് ഇല്ലാത്തതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഔ കമാ ഖാല ഖാല ഇമാം ശഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ തറക ബിശ്റുൽ ഹാഫി അൽ ജുലൂസ് ലിംലാഇൽ ഹദീസ്, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തം മതിയാക്കി ആര്? ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, നമ്മളെ ബിശ്റുൽ ഹാഫി. ഖാലൂ ലഹു, അപ്പൊ ജനങ്ങൾ പറഞ്ഞു, മാദാ തഖൂലു ലി റബ്ബിക, നിങ്ങളെന്താ ദർസ് നിർത്തിക്കളഞ്ഞത് എന്താ റബ്ബ് ചോദിച്ചാൽ നിങ്ങളെന്താ മറുപടി പറയുക? എന്താ? ഇദാ ഖാല ലക യൗമൽ ഖിയാമത്തിൽ പറഞ്ഞു, ലിമ ലാ തുഅല്ലിമു ഇബാദിൽ ഇൽമ, എൻ്റെ അടിമകൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇൽമ പറഞ്ഞു കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഫഖാല, മൂപ്പർ പറഞ്ഞ അഖൂലു ലഹു, ഞാൻ റബ്ബിനോട് പറയും, യാ റബ്ബി ഖദ് അമർതനി ഫീഹി ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് വേണമെന്ന് നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വലം മജിദ് ഫീ നഫ്സി ഇഖ്ലാസ, എനിക്ക് ഇഖ്ലാസ് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ള ഒന്നുണ്ടായി. وقال معروف الكرخي رضي الله عنه يضرب نفسه, മൂപ്പർ നഫ്സിനെ തന്നെ അടി കൊടുത്തിട്ട് ويقول يا نفسي أخلصي تتخلصي എന്ന് പറഞ്ഞിട്ട് നഫ്സിനെ തന്നെ അടിക്കലെന്നെ, നീ ഇഖ്ലാസ് ആക്കിക്കോ എന്നാൽ രക്ഷപ്പെടുമെന്നും പറഞ്ഞിട്ട് അടി. തദ്കിറത്തുൻ قال الإمام الشافعي رحمه الله رضي الله عنه യൂനുസ് ബിൻ അബ്ദുൽ അലാനോട് പറഞ്ഞു, മൂപ്പറെ ശിഷ്യനാ, അതിനോട് യൂനുസിനോട്, അൽ ഇമാമുൽ ഹാഫിദുൽ മുഖരിയാണ് ശൈഖുൽ ഇസ്ലാം അബൂ മൂസ യൂനുസ് ബിൻ അബ്ദുല്ലാ അൽ-സദഫി അൽ മിസ്രി, 170 ജനനം. അപ്പൊ ഷാഫി ഇമാമിനെ കാലത്ത് തന്നെ അപ്പൊ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 264 വഫാത്ത്. കബീർ ഉലമായി മിസ്ർ ഫി സമാനി, മിസ്രിൽ ആ കാലത്ത് ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ഷാഫി ഇമാമിന്റെ ശിഷ്യനായാൽ മതിയല്ലോ. വാഹിദുൽ ലുഖലാൽ കിബാർ അൽ മുഖദ്ദമീന ഫിൽ ഇൽമി വൽ ഖൈരി വസ്സിഖ, ഹദീസിന്റെ വിഷയത്തിലും ഖൈറിന്റെ വിഷയത്തിലും ഇൽമിലെല്ലാം മുമ്പന്തിയിലെത്തിയ കിബാറുൽ ലുഖലായിൽപ്പെട്ട ആളാണ് യൂനുസ്. യൂനുസിനോട് ഇമാം തങ്ങളെന്ത് പറയുന്നത്? ലവിജ്തഹത കുല്ലൽ ജുഹദി, നീ എല്ലാ പരിശ്രമവും നടത്തി. എന്തിന്? എല്ലാ ജനങ്ങളും എന്നെ തൃപ്തികരമാക്കണം, നീ അങ്ങ് പള്ളി നിൽക്കുന്ന ഒരു ഇമാമാണോ എന്നാ വിചാരിക്കുന്നത്. ഒരിക്കലും ഉല്ലവനെയാണ്. അള്ളാഹ്ക്ക് പൊരുത്തുണ്ടോ നോക്കി നിന്നോളാം, അല്ലെങ്കിൽ നിൽക്കണ്ടേ? ഈ നാട്ടുകാരായ ആണ് പെണ്ണ് എല്ലാ അമാനവൃദ്ധം ജനങ്ങളും എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഇമാമായിരിക്കണം, ഒരു മൗലാറായിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനം ലോകത്തുണ്ടാവില്ല. ഒരാൾ കുടുങ്ങിയാണ്ടില്ലേ? ഇയാളെ കൊണ്ടാണ് ഇയാൾ ഏതാ തരോ, ഇയാള് സമസ്തൻ്റെ ആളാ, സമസ്തയിൽപ്പെട്ടതാണെങ്കിൽ ആക്കതയോ ഈക്കതയോ ഒന്നും തിരിയുന്നില്ല, ഇയാൾ മറ്റേതാണോ ഒന്നും തിരിയുന്നില്ല. എങ്ങനെയാണ് ജനങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ എന്താക്കി? അങ്ങനെ അവസരം നോക്കിയിട്ട് ഏതായാലും ബഹുഭൂരിപക്ഷം സമസ്തല്ലേ വേണ്ടി. അപ്പോൾ അയാൾ എന്താക്കിയെന്നറിയോ? അവലിയാതെ ചീത്ത ഇങ്ങനെ ഇവർക്കൊക്കെ വന്നാളാ അവലിയാതെ ചീത്ത പറയുമ്പോൾ ഓരോ നേതാക്കളായി. ഇപ്പം ചേർന്ന് നോക്കുമ്പോൾ കേൾക്കുകയും മറ്റേ 2 കക്ഷിക്ക് ഇവൻ അതോ ഇതോ, ഇതിൽ ചേർന്നെങ്കിൽ മറ്റവർക്ക് പറ്റണ്ടായി, ഇതിൽ ചേർന്ന മറ്റവർക്ക് പറ്റണ്ടായി, രണ്ടിലും ചേർന്ന് ആർക്കും പറ്റണ്ടായി. എന്താ ചെയ്ത്? പണ്ട് അലക്കാരൻ കരുതന വാങ്ങിയാൽ മതി, നമ്മണ്ട് പറഞ്ഞിട്ടില്ലേ? എനിക്കറിയില്ല, സുഖനറിയാ ഇല്ല. എന്താ ഒരു ഉപ്പിയും മോനും ഉണ്ട്, അയാൾ വസ്ത്രം അലക്കിയിട്ട് അക്കെല്ലാം കൊടുക്കലാണ് പണി. കുറേ വസ്ത്രത്തിൽ ജയിക്കുക തുണിപ്പായാലും കെട്ടിയിട്ടുണ്ടാക്കുന്നറിയോ, തോട്ടിപ്പറ്റി തിരുമ്പിയിട്ട് വൃത്തിയാക്കിയിട്ട് സൂപ്പറ വെച്ചിലും മുക്കി തേച്ചിട്ട് കൊടുക്കും.
അപ്പൊ കുറച്ചാൾ പറഞ്ഞു, ഈ ഉപ്പാക്കും മോനിക്ക് ഒരു കഴുതനെ വാങ്ങിക്കൂടെ യാത്ര ചെയ്യാൻ, ഇത്ര വില ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ നാളെ കലമ്പ് വിട്ടിട്ടുണ്ടാക്കി കഴുതനെ വാങ്ങി. കഴുതനെ വാങ്ങിച്ച് ഉപ്പിയും കയറി മോനും കയറി കെട്ടും വെച്ച് നോക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട കഴുതനെ മുട്ടിക്കുന്നതിന് കണക്ക് വേണ്ടേപ്പാ. 3 കെട്ടല്ലേ വെച്ചു കൊടുത്തിന്, എന്തെങ്കിലും നിരക്കി വെച്ചോളൂ. അപ്പൊ കെട്ടിറക്കി വെച്ച അവർക്ക് തിരുമ്പം പോന്നില്ലോ. അതിൻ്റെ പൂം തന്നെ. അപ്പൊ കെട്ടെന്നാലും വെക്കണം. എന്നിട്ട് എന്നാ പിന്നെ ആര് കയറിട്ട് ഉപ്പ കയറിട്ട് മോനൊക്കെ നടക്കാം. കണ്ട ഏതും കൃപിയിലായി ഉപ്പാക്ക്. ആ മോനും ഉണ്ടെന്ന് കെട്ടും വെച്ചിട്ടാണ് അതിനെ കൊണ്ട് മോനെ നടത്തിക്കല്ലേന്ന്. എന്നാ പിന്നെ കലമ്പ് കെട്ടിടത്താക്ക്. എന്നാ പിന്നെ മോനെ കയറ്റാനേ മോനെ കയറ്റിയവൻ പറഞ്ഞു, ഉരുത്തും പറ്റില്ലാത്ത മക്കൾ ഉപ്പാനും വെച്ചിട്ടില്ല, മോൻ കയറിന്. എന്നാ പിന്നെന്താക്ക, രണ്ടാളും നടക്ക, കെട്ട് മാത്രം വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇവർ നടന്ന് തളരണ, ഏതെങ്കിലും ഒരാൾക്ക് കയറിക്കൂടെ? ഇപ്പൊ എന്താക്കല്? എന്നാ പിന്നെ ഒന്നും കയറ്റണ്ടെന്ന് നോക്കാം. പിന്നെ പോക്കൂല്ലല്ലോ, വരവൂല്ലല്ലോ. അവസാനം എന്ത് ചെയ്താലും എന്തിനാ അതാതിന് അതിൻ്റെതായ കുറ്റുണ്ട്. ലാസ്റ്റ് ഒരു കാര്യം ചെയ്ത് ഇതിന്റെ കാലെല്ലാം ഇങ്ങനെ കെട്ടിയുള്ളൂ. ഇങ്ങനെ കെട്ടിയിട്ട് എന്താ നടക്കുക, തണ്ട് മുളക് ഇട്ടിട്ട്, എന്നിട്ട് ഒരു തല ഇപ്പോഴും ഒരു തല അപ്പുറം വെച്ചിട്ട് കൊണ്ടുവന്നു. ഇതിങ്ങനെ മരുന്നാണ് നിൽക്കുന്നത്. അപ്പൊ ജനങ്ങളെ തൃപ്തി നേടിയിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന്റെ വേണ്ടി കോലം കെട്ടി കാക്കി കഴിഞ്ഞാൽ ഇതിന്റെ അമലെല്ലാം പോയി പോലെ ഒന്നുമില്ല. ലാസ്റ്റോ തൃപ്തികരം വന്ന കോമ്പട്ടിക്കാർക്ക് വീണ വേണ അവിടെയല്ല നോറ്റത്. അതെ, ലഭിച്ചിത്ത കൊല്ലൽ ജുഹുദി. യൂനിസെ, നീ കഠിനാധ്വാനം ചെയ്തതിന്റെ അധ്വാനമല്ല, അലാ തുഹ്ലിയന്നാസ കുല്ലഹും, മുഴുവൻ ജനങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ ഫലാ സബീൽ, അങ്ങനെ ഒരു വകുപ്പില്ല. അതുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി നിന്റെ നിയ്യത്തിനെയും അവൻ ഇഖ്ലാസായിക്കോ. എന്നാ അവിടെ ഒരാളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്, റബ്ബിന. എന്താണ് അശാര റളിയല്ലാഹു അൻഹു ബിദാലിക, എന്താ ഇലാ അന്ന ലിദന്നാസി ഗായത്തുൻ ലാ തുദ്റകു, ജനങ്ങളെ തൃപ്തി എന്ന് പറഞ്ഞാൽ ആഴം കാണാത്ത വലിയ കിണറാണ്. അതിന്റെ അത് നടത്താൻ കഴിയില്ല. എന്താ ലാ തുദ്റകു ഫൈദാ അർളൈത വാഹിദൻ, നീ ഒരാളെ തൃപ്തിപ്പെടുത്താൽ സഹിത അലൈക അശറത്ത്, 10 ആൾ ഇപ്പം നിന്നോട് വെറുപ്പുണ്ടാവും. വൈദാ അർളൈത അശറത്തൻ, അശറത്തിനെ തൃപ്തിപ്പെടുത്താൽ സഹിത അലൈക മിഅ, 100 ആളുണ്ടാവും. വൈദാ അർളൈത മിഅതൻ സഹിത അലൈക അൽഫുൻ. വൈദാ തറക്തഹും കുല്ലഹും, നീ എല്ലാവരും ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വർളൈത റബ്ബക ജല്ല വഅല, മാത്രം തൃപ്തിയാ കഫാക മൂനത്തെ, പിന്നെ വേറെ അധ്വാനെല്ലാം ഒന്നും ഒഴിവാക്കി. വേറെ ചിന്തിക്കാൻ വേണ്ട, ചെയ്യുന്ന പണി നിനക്ക്. കാലത്ത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു പറയുന്ന തുനാജി റബ്ബഹി, നമ്മൾ ഇർശാദുൽ യാഖിയിൽ ഓതിയിട്ടുണ്ട്. ബൈത്തോർമില്ല. فليتك تحلو والحياة مديرة وليتك ترضى والأنام غضاب. നല്ല പാട്ടാണ്. وليت الذي بيني وبينك عامر وبيني وبين العالمين خراب. إذا صح منك المد فالكل هين وكل الذي فوق التراب تراب. എന്ന് പറയാൻ പറ്റാണ്. ഇപ്പം അങ്ങനെ ബാലെല്ലാം പറയില്ലേ. ബാലെല്ലാം കേൾക്കോ? പഴയ കുട്ടിക്കാലത്ത് പാപ്പൻശ്ശേരി ഒരു പള്ളി നിൽക്കാൻ തന്നെ റമദാൻ മാസം ഒരു മുസ്ലിംകാർക്ക് ബാലന്മാരെ എണീച്ചാക്കുമ്പോൾ ആരുമില്ല. ഞാൻ ഇതൊന്ന് മസ്ബൂക്കായി ഒന്ന് പറഞ്ഞു, ഞാൻ ബേക്ക് നിൽക്കിട്ടുണ്ട്, ആരുമില്ല. ഇയാളെന്താക്കിയെന്ന് അറിയാമല്ലോ, ഇറങ്ങിപ്പോയി ഇതൊന്ന് ഫിസിക്കൽ എക്സസൈസ് സംസാരിച്ചു. അത് പറഞ്ഞത് തുടങ്ങിയാണ്. ഏത് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കായിക അഭ്യാസം ഈസ് ഈക്വൽ ടു മുസ്ലിംസ് പ്രയർ, മുസ്ലിം നിക്കാരത്തിന് തുല്യമാണെന്നാണ്. തിരിച്ചാണ് പറഞ്ഞിരുന്നുവെങ്കിലും പറയുന്നു കായികാഭ്യാസം നിസ്കാരം ഒന്നെന്നാണ് ഇയാൾ പറഞ്ഞത്.
പോയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വളപട്ടണം പഴൻ്റെ പക്കത്ത് വരെ എത്തിയാണ്. അതാടാ പള്ളിയിൽ ഒരു ഇംഗ്ലീഷ് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. സദസ് പറഞ്ഞ് അപ്പൊ ഇത് പോയറ്റക്കാരനാരി പറയുന്നവനോ കേൾക്കുന്ന ഈ ജനങ്ങളോ അത് പറഞ്ഞു കേട്ടം കടപ്പടാക്കി ഫിസിക്കൽ എക്സസൈസ് ഈസ് ടു മുസ്ലിംസ് പ്രയർ. അവിടെ ഒരു ആയത്തോലിയെ കേൾക്കൂല. ശാസ്ത്രം പഠനം വെച്ചു അതേതാന്ന് മറ്റേ NC സ്ക്വാഡ് പറഞ്ഞത് ഐൻസ്റ്റൈൻ്റെ തീയതി. അതായത് ദുൽഹജ്ജ് അശ്റുൽ അവ്വൽ എന്താ വാങ്ങൂരണ്ട് പറഞ്ഞിട്ട് അശ്റുൽ അവ്വലിൻ്റെ ആദ്യത്തെ 10 പ്രാധാന്യം പ്രത്യേക ദിവസങ്ങൾ ചെയ്യാനുള്ള അമലി അറഫ നോമ്പ് ഇതൊക്കെയാണ് മനുഷ്യനിക്ക് വേണ്ടത്. ആ വേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഓറെ ചതിച്ചാളായി എന്നാ പറയുന്നത് അല്ലേ. എഴുത്തിങ്ങനെ തുടങ്ങും ശാസ്ത്രം പറയണം. ഞാൻ പറയാം നിങ്ങൾ ക്ഷമിക്ക്. പറഞ്ഞ ഇതാദ്യം കേൾക്കും. എന്നിട്ട് പറഞ്ഞ് ഗസാലി ഇമാം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആയത്തും ഹദീസെല്ലാം പറ്റാനെല്ലാം ബാന്നെല്ലാം പറഞ്ഞു കൊടുത്താൽ എനിക്ക് മറ്റൊന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്താണെന്നല്ലോ ഒരുത്തന് നല്ല കുഞ്ഞൻ്റെ അരി വാങ്ങിച്ച് എന്താക്കി നെയ്ച്ചോറ മന്തിയ നല്ല സ്വാദോടെ വെച്ച് ആട്ടിൻ്റെ നല്ല ഇതെല്ലാം കൂട്ടലാക്കിയിട്ട് വളരെ മുടക്കുമ്പം തന്നെ വയ്ക്കണം തോന്നുന്ന സൈസ്. അയാൾ പറഞ്ഞാൽ എനിക്കിതൊന്നും വേണ്ട, പിന്നെന്താണ് വേണ്ടത്, എനിക്ക് കുറച്ച് പുണ്ണാക്ക് വേണോ കാടി വേണോ ഇന്നാണ് അവൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ഓൻ ഉടനെ എന്താക്കണോ ആശുപത്രി എത്തിക്കുക, സൈക്കാട്രീൻ്റെ അടുത്ത് കാണിക്കണം. ആക്കിനെന്തോ കുഴപ്പമുണ്ടെന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ശാസ്ത്രം പറഞ്ഞുതരാം. എന്താണ് NC സ്ക്വാഡ് പറഞ്ഞു? അതിൻ്റെ മുമ്പ് എന്താണ് ഫോമുല? ഈ ഈക്വൽ ടു MC സ്ക്വയർ. ഉപ്പാപ്പാക്ക് തിരിഞ്ഞില്ലേ? ആ മോനെ ഉപ്പാപ്പാനോട് വരുന്നത് E ഈസ് ഈക്വൽ MC സ്ക്വയർ. M എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിൻ്റെയും കൂടി സ്ക്വയർഡ് വേണോ അല്ല എമ്മിന് മാത്രം മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയാസമായ പ്രശ്നം. ഞാൻ ആദ്യം തന്നെ ഒരുക്കി വെച്ചതാ ഇത്. എല്ലാവർക്കും തിരിഞ്ഞു, ശാസ്ത്രം തിരിഞ്ഞു പോയി. ശാസ്ത്രം മൂത്രം ഇത് ആവശ്യമുള്ള കൊടുക്കപ്പോ എനിക്കെന്താ വേണ്ടത്? പോട്ടെ. റാബിയത്തുള്ള ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ, ഫലൈതക തഹലു വൽ ഹയാതു മരീറത്തുൻ. ലൈത എന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടാൻ കൊതിക്കലാണ്, പക്ഷെ സംഭവിക്കൂല എന്നേ ഉള്ളൂ. ലഅല്ല ഇട്ടാ സംഭവിക്കാവുന്ന കാര്യം ചോദിക്കലാണ് ലഅല്ല റഹ്മത റബ്ബി ഹീന യഖസിമുഹാ എന്ന് പറഞ്ഞു. ദോഷത്തിനനുസരിച്ച് റഹ്മത്ത് വിതരണം ചെയ്യുമ്പോൾ എനിക്കും കിട്ടും. ലൈറ്റ് ഇട്ടിട്ട് പറഞ്ഞാലോ കിട്ടാത്ത. ലൈറ്റക തഹലു, നീ നല്ല മതിർക്കുന്ന സാധനമാവണം. അള്ളാഹുവിനോടാ പറയുന്നത്. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മധുരമുള്ളതാകണം. വൽ ഹയാത്തു മരീറത്തുൻ, ജീവിതം കൈപ്പേറിയതായിക്കോട്ടെ. ജീവിതം ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടൊക്കെ കൈപ്പേറിയ ജീവിതമാണ്, പക്ഷെ നീ എന്ന് പറഞ്ഞാൽ എനിക്ക് മധുരമാണ്. അങ്ങനെ ആയാൽ തിരക്കുകളില്ലായിരുന്നു. നോപ്പറൊരു കൊതി. വലൈതാക തർല, നീ പൊരുത്തപ്പെടാൻ ആവണമായിരുന്നു. വൽ അനാമുകളോ, ജനങ്ങളൊക്കെ ദേഷ്യം പിടിച്ചോട്ടെ. ജനങ്ങളൊക്കെ ദേഷ്യം പിടിച്ചാണ്, പക്ഷെ നീ പൊരുത്തപ്പെട്ടാണ്. ആയിക്കോട്ടെ, അതാ വേണ്ടത്. വലൈതല്ലദീ ബൈനീ വബൈനക, എന്റെയും നിന്റെയും ഇടയിലുള്ള ഇടപാടുണ്ടല്ലോ അത് ആമിലാണ്. എപ്പോൾ നല്ല ഇമാറത്തുണ്ടാവണം, സജീവമാകണം. എന്റെയും നിന്റെയും ഇടയിലുള്ള ഇടപാട് ഇവർക്കത് ഇബാദത്താ മുഅമലാത്ത്. വബൈനീ വബൈനൽ ആലമീന ഖറാബ്, എന്റെയും ആലമിന്റെ ഇടയിൽ ഖറാബും ഉണ്ടാകണം, ശൂന്യത. ഓരോ ആഗ്രഹങ്ങളാ പറയുന്നത്. ഇദാ സഹ മിൻകൽ ബുദ്ദു, നിന്റെ മക്കൾ നിന്ന് മഹബ്ബത്ത് സഹിയായി വന്നാൽ ഫൽകുല്ലു ഹയ്യൻ, എല്ലാം എളുപ്പമുള്ള കാര്യമാണ്, എല്ലാം നിസ്സാരമാണ്. എന്നിട്ടോ വകുല്ലുല്ലദീ ഫൗക തുറാബി തുറാബു, ഭൂമിന്റെ മേലുള്ള വസ്തുക്കളൊക്കെ മണ്ണിൽ നിന്ന് മുടക്കപ്പെട്ടതാണല്ലോ. മണ്ണിന്റെ മൂല്യമേ അതിനുള്ളൂ. അസല് മണ്ണല്ലേ.
നല്ല പാട്ടാണ്. فليتك تحلو والحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. ഇനി ഒറ്റ പാരഗ്രാഫും കൂടെ കഴിഞ്ഞാൽ ആ ബാബ് കഴിഞ്ഞു. നമ്മളെ തീയതി ഏതാന്ന്? നോമഡി. ലാലിട്ടെന്ന് അത് എല്ലാം നടക്കുന്ന കാര്യമല്ലല്ലോ. ഔലിയാക്കൾക്കും എല്ലാത്തിനൊരു പരിധിയില്ലേ? ഇനി ഒന്ന് ഓരോ അവിടത്തേക്ക് എത്തിയതായിട്ട് ഓരോ നഫ്സ് സങ്കല്പിക്കുന്നില്ല. അതെ, തമന്നിക്കാണ് പ്രയോഗം. ബനു ഇസ്രായേൽപ്പെട്ട ഒരു പണ്ഡിതൻ സന്നഫ സലാസമിയത്തിൻ വസിത്തീന കിതാബൻ 360 കിതാബുകൾ ഉണ്ടാക്കി. ഹത്തൻ തശറ ദിക്റുഹു ഫിൽ ആഫാഖ്, നാടായ നാട് മുഴുവനും അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും കൊണ്ട് പരന്നു. ഫൗഹല്ലാഹു തആല ഇലാ നബിയ്യി സമാനിഹി, ആ കാലത്തുള്ള നബിക്ക് അല്ലാഹു തആല വഹയി അറിയിച്ച് അൻ കുല്ലി ഹാദൽ ഹബർ, ആ പണ്ഡിതനോട് പറയണം, മലകത്തല്ലർന്ന നിഫാഖ, ഭൂമി നിറച്ച് നിഫാഖ് നിറച്ചിട്ടുണ്ട് നീ. എന്താ ലം തുരിദ് ബിഹി വജ്ഹി, കിതാബ് ഉണ്ടാക്കൽ കൊണ്ട് എന്റെ വജു ഉദ്ദേശിച്ചതല്ല. വല അറത്ത ബിശൈഇൻ മിൻ റിദായ, അതിൽപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ പൊരുത്തം നീ ആഗ്രഹിച്ചിട്ടുമില്ല. വഇസ്സതി വജലാലി ലാ തഖബ്ബൽതു ലക അമല എന്നവർ, എന്റെ ഇസ്സത്തിനെ സത്യം ഒരൊറ്റ അമൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന്. ഫലമ്മ ഖാല ലഹു നബിയ്യു അലൈഹിസ്സലാം, അക്കാലത്തുള്ള നബിയാണ്. പറഞ്ഞപ്പോ സൂഖിത ഫീ യദിഹിയക്കാകപ്പാടെന്തായി ടെൻഷനും ബേജാറെല്ലാം കൂടെ പിടിച്ച് 360 കിതാബ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാ വന്നത്. വറമ തിൽക്കൽ കുത്തുബ, കിതാബെല്ലാം വലിച്ചെറിഞ്ഞ് വാതാ ഖാറൻ ഫിൽ ജബൽ, ഒരു പർവ്വതത്തിൽ ഗുഹയിലേക്ക് പോയിട്ട് ഫതഅബ്ബദ ഫീഹി ബുർഹാത്തൻ, കുറേ കാലം ഇബാദത്തിൽ കൂടി. അവിടെ ഏതാ വരുന്ന വൗഹല്ലാഹു തആല ഇലാ മാലിക്കൻ നബിയൻ എന്നിട്ട് പറയുന്നു അനിദ്ഹബ് ഇലൈഹി, ആ വ്യക്തിനെ കൊള്ള പോകണം. വഖുല്ലഹു യഖൂലു ലകല്ലാഹ്, അല്ലാഹ് നിന്നോട് പറയുന്നുണ്ട്, ഇല്ലക ലം തത്ലുബ് ഇലാഹി, ഈ ഗുഹയിൽ പോക്കും ഇബാദത്ത് കൊണ്ടോ എൻ്റെ ഇല്ലാഹ് നേടിയതല്ല. എന്താ പറയല്? അവിടെ ഒരാളുണ്ട് എന്നാ ഇപ്പം പറയുന്നു. അവിടെ ഗുഹയിൽ ഒരാളുണ്ട്. അമ്മ കൊല്ലക്കൊട്ടത്തോടെ അളങ്ങി വരും. നാട്ടിൽ നിന്ന് അങ്ങനെ ആളുകളില്ല. എന്തെങ്കിലും കൊല ഉണ്ടാക്കണോ? കിണറിൽ കൂടല്, മരത്തിന്റെ കൊമ്പത്ത് പലെല്ലാം വെച്ചിട്ട് അടിച്ചിട്ടാണ് കയറി കൂടല്, തൊട്ടിൽ ആടല്. ഈ ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ ആളുവരെ തിരിഞ്ഞു നോക്കൂല. അത് പറയിച്ചു വേണം. ഏതായാലും ഇയാൾക്ക് അവിടെ പോയിട്ട് രക്ഷയില്ല. ഫലമ്മ ഖാല ലഹു നബിയ്യു ദാലിക, അത് പറഞ്ഞപ്പോൾ തഹയ്യറ, അയാൾക്ക് ബേജാറായി. വഖാല മാദാ അസ്ലു, ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? ഫൽഹമഹുല്ലാഹു പറയുന്നു, അനിദ്ഖുലിൽ അസ്വാഖ, നീ അങ്ങാടിയിലേക്ക് പോയിക്കോ, ഗുഹയിൽ പോയി കൊടുന്നും വേണ്ട. വഖ്ഫിദ് മിൻ നഫ്സിക, നിന്റെ നഫ്സിനെ നീ താത്തോ, നീ വലിയൊരാളാന്നുള്ള വിചാരം കൊണ്ട് എന്നും വേണ്ട. 360 ഇത്ത ഉണ്ടാക്കിയാണ്, പിന്നെ ഗുഹയിൽ പോയി മതത്തെടുത്താണ്, ഒന്നും വേണ്ട. ഫഅല, പ്രകാരം ചെയ്തു. വഖഫദ മിൻ നഫ്സിഹി, നഫ്സിനെ താത്തിക്കെട്ടി. ളെല്ലാം പോലെ സഹായിക്കലാണ്, കെട്ടെടുക്കാനും വണ്ടി എന്താനൊക്കെ അങ്ങനെ പോയി സഹായിക്കും. യത്തീമിന്റെ തല നടക്കാൻ തുടങ്ങി. നബിനോട് അവനോട് പറ അൽ ആന സബതലില്ലാഹി, അവൻ പ്രശസ്തിയെല്ലാം വിട്ട്. അപ്പൊ എന്താ ഇപ്പൊ അങ്ങാടിയിൽ കൂലിപ്പണിക്കാനായി മാറി. ഫൈദുൽ അസ്റാർ ശൈഖ് ബാസുദാനിൽ നിന്നാണ് എന്താക്കിയത്, കിസ്സെടുത്തത്. ആടെ നോക്കട്ടെ, കുറച്ച് എറിപ്പോയി തോന്നുന്നുണ്ട് അല്ലേ? എന്താ പറയല്?